ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ എൻ്റെ സൗണ്ടൊക്കെ പോയി കേട്ടോ, കുറച്ച് ദിവസമായി സൗണ്ടൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മുടെ പണിക്ക് കുമാരേട്ടൻ ഇട്ട പണിക്ക്. അപ്പോൾ ഇവിടെ എന്താ പറയുക, പൈപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വെള്ളം എന്താ പറയുക, ഇവിടെ പൈപ്പ് നിൽക്ക് വെള്ളം പിടിച്ചു കൊണ്ടുപോകണം കേട്ടോ. പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുമാരേട്ടൻ അവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് കേട്ടോ. നേരെ വീഡിയോയ്ക്ക് പോവാം. ഇടാൻ വേണ്ടിയിട്ട് ചാലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പിന്നെ ബാത്റൂമിലേക്കും പാത്രം കഴുകാനും എല്ലാത്തിനും വെള്ളം കൊണ്ടുപോകുക ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഉണ്ടാവുമ്പോൾ അമ്മയും അച്ഛനല്ലേ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതൊക്കെ. പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് വെള്ളം കൊണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴ പെയ്തിട്ട് ഭയങ്കര വഴുക്കൂലല്ലേ. അപ്പോൾ അത് കാരണം എന്താ പറയുക, അമ്മയ്ക്ക് പൈപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വെള്ളത്തിന് ഫിൽറ്റർ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഇത്. അപ്പം അമ്മയുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാട്ടോ ഇതൊക്കെ. അമ്മ ഇപ്പോഴത്തെ ആഗ്രഹം എന്താങ്ങളത്? ഇപ്പോഴത്തെ ആഗ്രഹം എന്താങ്ങളത്? പൈപ്പൊക്കെ തിരിക്കണം. എല്ലാവരുടെ വീട്ടിലും ഉണ്ട് വെള്ളം, പൈപ്പും വെള്ളമൊക്കെ. ഇവിടെ മാത്രമൊന്നുമില്ല. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്, പക്ഷെ അമ്മ പുറത്തേക്ക് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അനിയത്തി സാധിച്ചു കൊടുത്തു കേട്ടോ. കാരണം എന്താണ് സാധിച്ചു കൊടുക്കാൻ കാരണം? എൻ്റെ വീട്ടിലുണ്ട് പൈപ്പ് ഇരിക്കുന്നുണ്ട്, കൊച്ചിൻ്റെ വീട്ടിലുണ്ട്, ഉണ്ണീൻ്റെ വീട്ടിലുണ്ട്. അപ്പം അമ്മയ്ക്ക് ഒന്നുമില്ലല്ലോ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ അമ്മയ്ക്കും പൈപ്പ് വെച്ചെടുക്കാതെ. പിന്നെ കുടിക്കാൻ വെള്ളത്തിന് അമ്മ വഴുക്കിയിട്ട് ഇവിടുന്ന് അച്ഛനും അമ്മയും കൂടി പോകണം വെള്ളം കുടിക്കാൻ അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ അത് കണ്ടപ്പോഴേ ഫിൽറ്റർ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മയ്ക്ക് തിരിച്ചാൽ മതിയല്ലോ. അമ്മയ്ക്ക് അങ്ങനെ വലിയ വലിയ ആഗ്രഹമില്ല, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ കേട്ടോ. അത് എപ്പോഴും സാധിക്കുമ്പോൾ സാധിക്കട്ടെ എന്നുള്ളൂ, അല്ലാതെ ഇപ്പം തന്നെ വേണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. എന്നാലും അമ്മ പൈപ്പ് ഉണ്ടെങ്കിലും ചിലപ്പോൾ അമ്മ വെള്ളം ഏറ്റിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകും. അതാണ് അമ്മയുടെ ശീലം അല്ലമ്മ. വെള്ളം ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ഏറ്റിയിട്ട് കൊണ്ടുപോകുന്നറിയാം. വെള്ളം കഴിയുമല്ലോ വിചാരിച്ചിട്ട്. അത് അമ്മ അറിയും വെള്ളം. അത് ശരിയാ. എക്സസൈസ് ആവുമല്ലോ അല്ലേ. അതാണ് അമ്മേരെ പറച്ചില്. ഇനിയിപ്പോൾ പൈപ്പ് ഉണ്ടെങ്കിൽ അമ്മ പറയും വെള്ളം ചിലവാകൂല പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവിടുന്ന് 2 ബക്കറ്റ് വെള്ളം തൂക്കി പിടിച്ചിട്ട് കൊണ്ടുപോകും. അങ്ങനെ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അമ്മയ്ക്ക് പൈപ്പ് ഇട്ട് കൊടുക്കണത്. പക്ഷെ പറഞ്ഞത് കാര്യം അമ്മ ഞാൻ അതന്നെ ചെയ്യുള്ളൂ. പച്ചക്കറി വാങ്ങിക്കോളി. അമ്പാടിയേ വായാ ഇങ്ങോട്ട് വാ. അതിപ്പോ അങ്ങനെ വേഗം വേവും. കുപ്പായതിന്റെ കുടുക്കൊക്കെ അയച്ചിട്ടാണോ? ചളി കൂടി ഇങ്ങനെ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ചായക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തി ഉള്ളിക്കറി. ആര് ഗ്യാസ് എടുത്തേക്ക് തിളച്ചപ്പോ പോയതുണ്ടാവും. അത് തുറന്നു വെക്കാമ ചോറേ. ഈ മണ്ണ് കൂടി ചോട്ടിയിട്ട് നടക്കും. ഇനിയിപ്പോ ഇവിടെ ചെരുപ്പിടേണ്ടി വരും. അല്ലെങ്കിൽ ഈ മണ്ണ് അങ്ങോട്ടും ആ മണ്ണ് ഇങ്ങോട്ടും ചോട്ടി മണ്ണാക്കിയിട്ട് ആകെ മണ്ണ് വൃത്തിയേടാക്കും. ഇവിടെ അമ്മ പറഞ്ഞിട്ട് ഞാൻ തന്നെ വീണോ. എന്താണ് അതിൻ്റെ അടി പെയിൻ്റ് അടിക്കാനാ? ഇളക്കണ്ട്. അതിൻ്റെ ആ കമ്പിമത്തെ ഇതൊക്കെ കളയ സോനു. അപ്പോ കമ്പിമത്തെ മണ്ണ്
എന്താ പെയിന്റ് കളർ കറുപ്പോ? അപ്പോൾ അതാണ് ഞങ്ങളെ വെള്ള ടാങ്കി കേട്ടോ. ഇത് 2-3 ആൾക്കാർ കൊടുന്നിട്ടാട്ടോ ഇവിടെ പിടിച്ച് വെച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ അവന് കുമാരേട്ടൻ പെയിൻ്റ് അടിക്കുകയാണ് അടിയിലൊക്കെ, കാരണം തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടേ പെയിൻ്റ് അടിക്കും. ഇപ്പോൾ അപ്പും ഉണ്ട് കേട്ടോ സഹായിക്കാൻ അവരെ കൂടെ. പുതായ്മത്തെ പമ്പിമത്തെ മണ്ണൊക്കെ കളഞ്ഞ് ഒക്കെ നേരാക്കുന്നുണ്ട്. പെയിൻ്റ് അടിക്കുന്നത് പെയിൻ്റ് അടിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു കോട്ട് അടിച്ച് 2 എണ്ണം കൂടി അടിക്കണം. ഒന്ന് വെയിൽ കാണാണ്ട്, അപ്പോൾ വേഗം അടിച്ചിടാൻ നേരം. പിന്നെ അവിടെ ചരിച്ചൊക്കെയാണെങ്കിൽ കഴിഞ്ഞ നിങ്ങൾ ചോറുണ്ടാക്കി കഴിഞ്ഞോ? ചോറ് ആയിട്ടുണ്ട്. ചോറായിട്ട് വെളുത്തുള്ളിയും ചിക്കൻ മസാലയും പച്ചമുളകും ചപ്പാത്തി കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കട്ടെ. ഒരു കയ്പൊക്കെയുണ്ട്. ഉണ്ടാവില്ല. മുളക് ഉണ്ടോ? ഇനി പരത്തുമ്പോണ്ടോ പൊട്ടിക്കാം? ഫ്രിഡ്ജിലൊക്കെ എന്താ കുറേ പാത്രങ്ങൾ ഇരിക്കണേ. കരിയേപ്പിൻ്റെ അലി അത് കഴിഞ്ഞാ ആ ചാക്കുണ്ടടാ, പണിയുടെ ചാക്കിലുണ്ട്. എടുത്തോ. ഏത് അത് പോരെ? ഇത് വന്നോ പാസോ? അത് കുക്കർ വിസിലടിക്കുന്നില്ലല്ലോ. അതിന് വേഗം ഔലായ്മ ഉണ്ടാക്കിയ ടേസ്റ്റ് കിട്ടൂല ചായക്ക്. ഇല്ലല്ല, നിങ്ങളിപ്പോ ജൈമ ഉണ്ടാക്കിയ പോരെ? ഒരടുപ്പുണ്ടെങ്കിൽ പിന്നെ ചോറും കറിയൊക്കെ കഴിയുമ്പോൾ അങ്ങനെ ആയിപ്പോയിരുന്നു. അങ്ങനത്തെ അടുപ്പ് വാങ്ങുകയാണെങ്കിൽ ഇതൊക്കെ ഗ്യാസുമ്മ കൊണ്ടാണ് പ്രശ്നം. ഞങ്ങനത്തെ അടുപ്പ് വാങ്ങുകയാണെങ്കിൽ ചോറും കറി അയിമയാവും, ബാക്കിയുള്ള പണികൾ ഇതുമ്മയായി കഴിഞ്ഞാൽ വേവേം പണികൾ വരുന്നു. എന്നാണ് പിന്നെ ഭയങ്കര തിരക്ക് വെച്ച് പണിക്കാരുണ്ടാകുമ്പോൾ തിരക്കുള്ള ദിവസം തന്നെയാണ്. ആര് അമ്പലത്തിൽ പോയതാ. അവിടെ വഴിപാട് ചീട്ടാക്കിയിരുന്നു. അപ്പൊ അതിന് പ്രസാദം മേടിക്കാന്. അമ്പാടിക്ക് ചായ വേണ്ടേ? കുണ്ടിട്ടാ അമ്പാടി വീഴും. അവിടെ വെച്ചാ മതി. ഇന്നെല്ലാരും പണിത്തിരക്കുണ്ട്. അച്ഛനത് അവിടെ ഇറച്ചി നോക്കണ്ട്. ഇറച്ചി നോക്കി കഴുകണ്ട്. അച്ഛ അപ്പൊ നായ്ക്കുള്ള ടോമിക്കുള്ളതാ അവിടെ കവറിലാക്കി വെച്ചിട്ട് അതും എടുക്കണ്ടോ? കവറിലാതിരിക്കണു. അത് പാർസൽ അതെടുത്തിട്ടോ? അതോ ടോമിക്കുള്ളതല്ല? ആ ടോമിക്കുള്ള കരുതിട്ടാണ്. ഇറച്ചി നുറുക്കണം. ഇറച്ചി കൊടുന്നാ നുറുക്കണം ഡ്യൂട്ടി അച്ഛൻ്റെ ഏട്ടാ.
അച്ഛൻ നുറുക്കി കഴുകി അമ്മയ്ക്ക് കൈ കൊടുത്ത് അമ്മ അതൊക്കെ ഉണ്ടാക്കണ പണി അമ്മയ്ക്ക് നുറുക്കി നേരാക്കി വൃത്തിയാക്കി കൊടുക്കണ പണി അച്ഛനും. ഇപ്പം ഇന്ന് എല്ലാവർക്കും പണി തിരക്കട്ടെ. ഇന്ന് എല്ലാവരും പണിയിലാണ്. പണിക്കാരുള്ള കാരണം നല്ല സമയമില്ല. പെയിൻ്റ് അടിച്ചിട്ട് അങ്ങോട്ടോട് തിരുമ്പയ്ക്ക് കാക്കാൾ ഓരോന്ന് എടുത്തോണ്ടാവും. ഇപ്പോൾ ആ ഉരുളിയിൽ വെക്കട്ടെ. അല്ല അമ്മ അമ്മ ചീഞ്ചട്ടിയിൽ വെക്കാൻ പറ്റൂല, ഉരുളിയിൽ വെക്കേണ്ടി വരും. കൊള്ളൂല. കൊള്ളുവോ? ഏത് ചീഞ്ചട്ടിയോ? കത്തി ഏതാ? ഗ്യാസിന്റെ കുന്തം കൊണ്ടാ കത്തി അണിച്ചിട്ട് കൊടുക്കുന്നത്. എന്താ വേണ്ടേ? വയസ്സായില്ലേ? അച്ഛൻ്റെ തന്നെ വെറുതെ അടിയിട്ടുണ്ട് കേട്ടോ, മണ്ണ് കളിച്ചിട്ട്. എന്തിനാ ഇലക്ട്രിസിറ്റി അച്ഛാ? ഈ വെള്ള പൈപ്പ് കയറ്റി കൊടുക്കണം. ഈ വെള്ള പൈപ്പ് കയറിയിട്ട് ഉള്ള പോകും. അത് നിധിയാണോ? നിധിയോ എന്താ പാപ്പ ഇത് ലൈറ്റ് അടിച്ച് നോക്കണം. അങ്ങോട്ട് പോയണല്ലോ. ഭയങ്കര മടയാണല്ലോ. இதுக்கு 2 இன்ச் பைப்ல இருந்து இது தனியா வந்துட்டோ. ഈ വലിയ പൈപ്പ് തനി. അമ്മ അവിടെ മട ഉണ്ടങ്ങള്? ഒരു വലിയ ഓട്ട മട ഇതാ ഇവിടെ. ആ ആ താഴത്തെ കുമാരേട്ടൻ അത് കൊണ്ടുപോയിട്ടോ നിധിയെ. അതൊരു വാത്തിക്ക് കുമാരേട്ടൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് പണിയെടുക്കണം. പെരിച്ചായി അടിക്കൂടി മതിലുണ്ടാവൂലേ? അടിക്കണോ ഇതിന്റെ ഒക്കെ അടിക്കൊക്കെ മട? അതാണ് ഈ തിണ്ടൊക്കെ പുണ്യാണ്. ആ അടിക്കൂടി തിരക്കുണ്ടാവേ. ഈ തിണ്ടില്ലെങ്കിൽ കുഴപ്പോ? ഈ തിണ്ടില്ലെങ്കിൽ എന്താ കുഴപ്പോ? അപ്പൊ നല്ല വീതി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.